നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ വീട്ടിൽ വോട്ട് ഇതുവരെ 2984 പേർ വോട്ട് ചെയ്തു. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 1389 വോട്ടർമാരും ഭിന്നശേഷിക്കാരായ 1584 വോട്ടർമാരും വീട്ടിൽ വോട്ട് ചെയ്തു. കാസർഗോഡ് ബേഡകത്ത് പീഡനത്തിനിരയായ 10ാം ക്ലാസ്സുകാരി ഗർഭിണി. മേൽപ്പറമ്പിൽ മകളെ പീഡിപ്പിച്ച പിതാവ് അറസ്റ്റിൽ. ചന്തേരിയിൽ 6 വയസ്സുകാരി 82കാരന്റെ പീഡനത്തിനിരയായി. 3 സംഭവങ്ങളിലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചരണം ശക്തമാക്കി സ്ഥാനാർത്ഥികൾ. തൃക്കരിപ്പൂർ മഞ്ചേശ്വരം മണ്ഡലത്തിൽ പ്രചരണ ചൂടേറുന്നു. നാടെങ്ങും ക്രൈസ്തവ വിശ്വാസികൾ പെസഹ തിരുനാൾ ആചരിച്ചു. പീഡാസഹനത്തിനും കുരിശുമരണത്തിനും മുമ്പ് യേശുക്രിസ്തു തന്റെ 12 ശിഷ്യന്മാരോടൊപ്പം കഴിച്ച അന്ത്യ അത്താഴത്തിന്റെയും എളിമയുടെയും വിനയത്തിന്റെയും മാതൃക കാണിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും ഓർമ്മ പുതുക്കുകയാണ് വിശ്വാസികൾ ഈ ദിനത്തിൽ. ഹോട്ടൽ മേഖലയിലെ രൂക്ഷമായ പാചകവാതക ക്ഷാമത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന ആരോപണം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഭാരത് ഗ്യാസ് ഏജൻസിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ഇടനിലക്കാരെ ഒഴിവാക്കി 5 യുവ കർഷകർ സമൂഹ മാധ്യമങ്ങളുടെ പിന്തുണയിൽ തങ്ങൾ വിളയിച്ച ടൺ കണക്കിന് പച്ചക്കറികൾ വിറ്റഴിച്ചു. പുതുമ ഉദയമംഗലം ക്ഷേത്രത്തിനടുത്ത് ചെരിപ്പാടി വയലിൽ കൃഷി ചെയ്ത പച്ചക്കറികളാണ് കൃഷിയിടത്തിൽ തന്നെ വിറ്റുതീർത്തത്. മാനടുക്കം ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ കൊടിയേറ്റ് ആറാട്ട് മഹോത്സവത്തിന് സമാപനം. ആറാട്ട് കൊടിയിറക്കത്തോടെയാണ് ഉത്സവത്തിന് സമാപനമായത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ വീട്ടിൽ വോട്ട് ഇതുവരെ 2984 പേർ വോട്ട് ചെയ്തു. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 1389 വോട്ടർമാരും ഭിന്നശേഷിക്കാരായ 1584 വോട്ടർമാരും വീട്ടിൽ വോട്ട് ചെയ്തു. വോട്ടെടുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി സമ്മതിദായകർ വോട്ട് രേഖപ്പെടുത്തുന്ന വീട്ടിലെ വോട്ട് സേവനത്തിൽ ഇതുവരെ 2984 പേർ വോട്ട് ചെയ്തു. 2 പോളിംഗ് ഉദ്യോഗസ്ഥർ, 1 മൈക്രോ ഒബ്സർവർ, വീഡിയോഗ്രാഫർ, പോലീസ് ഉദ്യോഗസ്ഥൻ, ബൂത്ത് ലെവൽ ഓഫീസർ എന്നിവരടങ്ങുന്ന സംഘമാണ് വീട്ടിൽ വോട്ടിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടുകളിലെത്തുന്നത്. റാൻഡമൈസേഷൻ നടത്തിയാണ് പോളിംഗ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുത്തത്. ഇതിനായി കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും 30 വീതവും ഉദുമയിൽ 28ഉം കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ 17 വീതവും പോളിംഗ് സംഘങ്ങളെയാണ് നിയോഗിച്ചത്. 85 വയസ്സ് കഴിഞ്ഞ 3281 പേർക്കും ഭിന്നശേഷിക്കാരായ 3529 പേർക്കുമാണ് ജില്ലയിൽ വീട്ടിൽ വോട്ട് അനുവദിച്ചത്. മഞ്ചേശ്വരത്ത് 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 159 പേരും ഭിന്നശേഷിക്കാരായ 287 പേരും വീട്ടിൽ വോട്ട് ചെയ്തു. കാസർഗോഡ് 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 161 പേരും ഭിന്നശേഷിക്കാരായ 316 പേരും, ഉദുമയിൽ 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 337 പേരും ഭിന്നശേഷിക്കാരായ 427 പേരും വീട്ടിൽ വോട്ട് ചെയ്തു. കാഞ്ഞങ്ങാട് 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 471 പേരും ഭിന്നശേഷിക്കാരായ 368 പേരും വീട്ടിൽ വോട്ട് ചെയ്തു. തൃക്കരിപ്പൂരിൽ 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 261 പേരും ഭിന്നശേഷിക്കാരായ 186 പേരും വീട്ടിൽ വോട്ട് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ബേഡകത്തെ പീഡനത്തിന് ഇരയായ 10ാം ക്ലാസ്സുകാരി ഗർഭിണി. മേൽപ്പറമ്പിൽ മകളെ പീഡിപ്പിച്ച പിതാവ് അറസ്റ്റിൽ. ചന്തേരിയിൽ 6 വയസ്സുകാരി 82കാരന്റെ പീഡനത്തിന് ഇരയായി. 3 സംഭവങ്ങളിലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വ്യത്യസ്ത സംഭവങ്ങളിലാണ് കാസർഗോഡ് ജില്ലയിൽ പോലീസ് 3 പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തത്. ബേഡകം, മേൽപ്പറമ്പ്, ചന്തേര പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ഗർഭിണിയായ സംഭവത്തിലാണ് ബേഡകം പോലീസ് കേസെടുത്തത്. 15കാരിയുടെ പരാതി പ്രകാരം കുറ്റിക്കോൽ പഞ്ചായത്തിൽ താമസക്കാരനും ബന്ധുവുമായ യുവാവിനെതിരെയാണ് കേസെടുത്തത്. പെൺകുട്ടി ഗർഭിണിയാണെന്ന് വ്യക്തമായതോടെയാണ് പീഡന വിവരം പുറത്തായത്. പ്രതിയെ കണ്ടെത്താൻ ബേഡകം പോലീസ് അന്വേഷണം ആരംഭിച്ചു.
8ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച പിതാവിനെതിരെയാണ് മേൽപ്പറമ്പ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തത്. മാസങ്ങളായി നടന്ന പീഡനം സംബന്ധിച്ച് മാതാവിന് അറിവുണ്ടായിരുന്നതായി പറയുന്നു. കുറ്റകൃത്യം അറിഞ്ഞിട്ടും മറച്ചുവച്ചതിന് മാതാവിന്റെ പേരിലും കേസെടുത്തു. പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്തേരയിൽ 6 വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കിയതിന് 82കാരനെതിരെ ചന്തേര പോലീസ് കേസെടുത്തു. പെൺകുട്ടിയുടെ അടുത്ത ബന്ധുവാണ് കേസിലെ പ്രതി. ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ചാ വിഷയമായ മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ മനസ്സിൽ എന്ത്? ഡീൽ ആരോപണങ്ങളും അപര വിമത സാന്നിധ്യവും പത്രിക പിൻവലിക്കലുമായി ഇതിനോടകം ചർച്ചാ വിഷയമായ മണ്ഡലത്തിൽ തീപാറും പോരാട്ടമാണ് നടക്കുന്നത്. പത്രിക പിൻവലിക്കലും അപരസാന്നിധ്യവും ആരോപണ പ്രത്യാരോപണങ്ങളാലും മഞ്ചേശ്വരം മണ്ഡലത്തിലെ പോരാട്ടം ഇതിനോടകം ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം. 3 മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ BSPയും 7 സ്വതന്ത്രന്മാരുമാണ് മത്സര രംഗത്തുള്ളത്. SDPI സ്ഥാനാർത്ഥിയായി ജില്ലാ കൌൺസിൽ അംഗം KM അഷ്റഫ് പത്രിക നൽകിയത് വലിയ ചർച്ചയായിരുന്നു. ഇനീഷ്യലിൽ ഒരക്ഷരം മാത്രം കുറവുള്ള അദ്ദേഹം UDF സ്ഥാനാർത്ഥി AKM അഷ്റഫിന് എതിരാളിക്കൊപ്പം അപരനുമായി മാറിയതോടെ UDF ക്യാമ്പ് ആശങ്കയിലായിരുന്നു. ഇത് BJP സ്ഥാനാർത്ഥിക്ക് നേട്ടമാകുമെന്ന പ്രചരണമുയർന്നതോടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് പത്രിക പിൻവലിപ്പിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് KM അഷ്റഫ് പാർട്ടിയിലെ സ്ഥാനങ്ങളും രാജിവെച്ചിരുന്നു. നിലവിൽ അഷ്റഫിന് അപരന്മാരായി 2 പേർ രംഗത്തുണ്ട്. K സുരേന്ദ്രന്റെ അപരൻ വന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. കാലങ്ങളായി ഒപ്പമുള്ള മണ്ഡലം നിലനിർത്താനുള്ള കഠിനാധ്വാനത്തിലാണ് സിറ്റിംഗ് MLAയും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുമായ AKM അഷ്റഫ്. 2016 89 വോട്ടകലം വരെ എത്തിയ മണ്ഡലത്തിൽ 4ാം വട്ടമെങ്കിലും വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ. 2006 അട്ടിമറി വിജയം നേടാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി CPIMലെ KR ജയാനന്ദ. മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണെങ്കിലും പ്രധാന പോര് UDFും NDAയും തമ്മിലാണ്. LDF 3ാം സ്ഥാനത്താണ്. 2006 LDF സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പു വിജയിച്ചതൊഴിച്ചാൽ മണ്ഡലം UDF പക്ഷത്താണ്. 2021 ആദ്യ അംഗത്തിനിറങ്ങിയ AKM അഷ്റഫിന് 745 വോട്ടിന്റെ ഭൂരിപക്ഷം കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയും വന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDFനാണ് മേൽക്കൈ. 2ാം സ്ഥാനത്തുള്ള NDAയ്ക്ക് വോട്ട് കുറയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. മണ്ഡലത്തിലെ 8 തദ്ദേശ സ്ഥാപനങ്ങളും UDF ആണ് ഭരിക്കുന്നത്. ഇത്തവണ 7499 വോട്ടർമാരാണ് അധികമായുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ പര്യടനം നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ പര്യടനം നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണവും നൽകി. പര്യടനത്തിന്റെ സമാപന സമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രൻ കല്ലൂരാവി സ്വാഗതം പറഞ്ഞു. രവിചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൃഷ്ണൻ മുതലായ നേതാക്കന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, എൻ്റെ കാഞ്ഞങ്ങാട്ടെ വോട്ടർമാരെ, പ്രിയമുള്ളവരെ, മാറാത്തത് മാറും, കേരളം വളരും എന്ന മുദ്രാവാക്യമാണ് NDA സഖ്യം ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറേ വർഷമായി ഇടത് വലത് മുന്നണികളാണ് കേരളം ഭരിക്കുന്നത്. ഒരവസരം ആണ് നമ്മൾ ചോദിക്കുന്നത്. NDA ഒരവസരം തന്ന കേരളത്തിലെ മൊത്തം വികസനം എല്ലാ രംഗങ്ങളിലും, മെഡിക്കൽ കോളേജ്, എയിംസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകൾ, ഇൻഫോ പാർക്ക് മുതലായ വൻ കമ്പനികളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറ്റും. പത്മനാഭൻ, A കൃഷ്ണൻ, HR സുകന്യ, ജോൺ ഐമൻ, ശശി പുതിയവളപ്പ്, രജനി ദേവി, മുതിർന്ന പ്രവർത്തകരായ PC മുകുന്ദൻ, T കരുണൻ, രാഘവൻ മൂവാരിക്കുണ്ട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോട്ടൽ മേഖലയിലെ രൂക്ഷമായ പാചകവാതക ക്ഷാമത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആരോപണം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഭാരത് ഗ്യാസ് ഏജൻസിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ഹോട്ടൽ മേഖലയിലെ രൂക്ഷമായ പാചകവാതക ക്ഷാമത്തിന് പരിഹാരം കാണാത്ത നിലപാടിൽ പ്രതിഷേധിച്ച്
കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഭാരത് ഗ്യാസ് ഏജൻസിക്ക് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. അതിഞ്ഞാലിലെ ഗ്യാസ് ഏജൻസിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി ജില്ലാ പ്രസിഡന്റ് രഘുവീർ പൈ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ടർക്കെതിരെ ഉള്ളതല്ല, മറിച്ച് നമുക്ക് ഗ്യാസിൻ്റെ ലഭ്യത വളരെ കുറവായതിനാൽ 50% ഹോട്ടലുകൾ ഇതിനകം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ആർക്കും ഗ്യാസ് കിട്ടാനില്ല. കരിഞ്ചന്തയിൽ 4500, 5000 രൂപ അതിൽ കൂടുതൽ വില ഉപയോഗിച്ച് ഗ്യാസ് വാങ്ങിക്കുക എന്ന് വെച്ചാൽ വൻ നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കരീം ബേക്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് എം ഗംഗാധരൻ സ്വാഗതവും ഹമീദ് കൂളിയങ്കാൽ നന്ദിയും പറഞ്ഞു. അസോസിയേഷൻ ജില്ലാ പ്രാദേശിക നേതാക്കളും ഹോട്ടൽ ഉടമകളും ധർണയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടനിലക്കാരെ ഒഴിവാക്കി 5 യുവ കർഷകർ സമൂഹ മാധ്യമങ്ങളുടെ പിന്തുണയിൽ തങ്ങൾ വിളയിച്ചെടുത്ത ടൺ കണക്കിന് പച്ചക്കറികൾ വിറ്റഴിച്ചു. പുതുമ ഉദയമംഗലം ക്ഷേത്രത്തിനടുത്ത് ചെരിപ്പാടി വയലിൽ കൃഷി ചെയ്ത പച്ചക്കറികളാണ് കൃഷിയിടത്തിൽ തന്നെ വിറ്റുതീർത്തത്. ഇടനിലക്കാരെ ഒഴിവാക്കി 5 യുവ കർഷകർ സമൂഹ മാധ്യമങ്ങളുടെ പിന്തുണയിൽ തങ്ങൾ വിളയിച്ച ടൺ കണക്കിന് പച്ചക്കറികൾ വിറ്റഴിച്ചു. ചെമ്മനാട് അണിഞ്ഞയിലെ എം മണികണ്ഠൻ, അണിഞ്ഞയിലെ രജീഷ്, ഉദയമംഗലത്തിനടുത്തെ സതീശൻ, KCBT, മോഹനൻ ആയമ്പാറ, രാജൻ എന്നിവർ ചേർന്ന ഉദയമംഗലം ക്ഷേത്രത്തിനടുത്ത് ചെരിപ്പാടി വയലിൽ കൃഷി ചെയ്ത പച്ചക്കറികളാണ് കൃഷിയിടത്തിൽ തന്നെ വിറ്റുതീർത്തത്. ഇവർക്ക് സഹായികളായി തങ്കരാജൻ കരിച്ചേരി, പത്മനാഭൻ ഉദയമംഗലം എന്നിവരുമുണ്ടായിരുന്നു. 30 കിൻഡലോളം കുമ്പളം, 25 കിൻഡലോളം വെള്ളരി, 40 കിൻഡലിനടുത്ത് തണ്ണിമത്തൻ, 25 കിൻഡൽ മധുരക്കിഴങ്ങ്, 10 കിൻഡലിനടുത്ത് വെണ്ട, പയർ, നരമ്പൻ, ചീര തുടങ്ങിയവ ഇതുവരെ കച്ചവടമായെന്ന് കർഷകരിലൊരാളായ രജീഷ് പറഞ്ഞു. ഏതാണ്ട് നമ്മൾ ഒരു 5-6 ഏക്കറോളം സ്ഥലത്താണ് ഇപ്രാവശ്യത്തെ കൃഷി നമ്മൾ നടത്തിയത്. അപ്പോൾ നല്ല വിളവെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്, നല്ല നിലയിൽ. അപ്പോൾ വെണ്ടക്ക, അതുപോലെ വെള്ളരി, പിന്നെ കുമ്പളം, മത്തൻ, പ്രധാനമായിട്ടും മധുരക്കിഴങ്ങ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തത്. മുളക് ഇപ്പോൾ ചെയ്തുകൊണ്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഇപ്പോൾ എല്ലാ വിളവെടുപ്പ് ഏതാണ്ട് എല്ലാം കഴിഞ്ഞു. നല്ല വിളവെടുപ്പുണ്ടായി. അപ്പോൾ വെള്ളരി നല്ല രീതിയിലാണ് വെള്ളരി ആയത്. അപ്പോൾ ആദ്യം ഹാർവെസ്റ്റെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ കൂട്ടിയിട്ട സമയത്ത് പെട്ടെന്ന് ഞങ്ങൾക്ക് തോന്നി ഇത് എന്തായിപ്പോവും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. തീരിയില്ല എനിക്കുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ വലിയ ഉത്സവ സീസണെല്ലാം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല നിലയിൽ നമുക്ക് നമ്മളെ വെള്ളരിക്ക ഒരു പ്രാവശ്യം കൊണ്ടുപോയി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരിൽ പിന്നീട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടാൻ തുടങ്ങി. അതിൻ്റെ ഒരു ഭംഗിയും എല്ലാം കൊണ്ട് നല്ല രീതിയിൽ കൊണ്ടുവന്ന് തുടങ്ങി. പൂരോത്സവ കാലമായതിനാൽ 10 കിൻഡലോളം മത്തൻ ചൂടപ്പം പോലെ വിറ്റുപോയ സന്തോഷവും ഇവർ പങ്കിട്ടു. ഇനിയും 10 കിൻഡലിലധികം കുമ്പളം വിൽപ്പനയ്ക്കുണ്ട്. വയനാട്ടുകുലവൻ തേംകെട്ട്, ചില ഓഡിറ്റോറിയം തുടങ്ങിയവയുടെ അന്വേഷണവും വന്നിട്ടുണ്ടെന്നും ഇവയും വൈകാതെ വിറ്റഴിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇവർ പറഞ്ഞു. ഉദയമംഗലം ചെരിപ്പാടിക്കാവിന്റെ തണലിൽ കൂട്ടിയിട്ടാണ് കച്ചവടം. വാട്സാപ്പ് ഗ്രൂപ്പുകളിലും FB, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലും വിളവെടുപ്പ് ചിത്രങ്ങൾ പോസ്റ്റിട്ടും സന്ദേശങ്ങൾ അയച്ചുമാണ് വിപണി കണ്ടെത്തിയത്. വാങ്ങിയവർ മറ്റുള്ളവരോട് വിവരം കൈമാറിയതിനനുസരിച്ച് വയലിലെത്തിയ ആവശ്യക്കാരുമുണ്ട്. ആവശ്യക്കാർക്ക് മുഴുവൻ കൊടുക്കാൻ കഴിയാത്ത വിധം തണ്ണിമത്തന് ആളെത്തിയിരുന്നു. കുമ്പളവും വെള്ളരിയും കിലോ 25 രൂപ വീതവും, മധുരക്കിഴങ്ങ് 35 എന്നിങ്ങനെ വിൽപ്പന വില. തണ്ണിമത്തൻ 30 രൂപയ്ക്കാണ് വിറ്റത്. പയറും വെണ്ടയും ചീരയുമെല്ലാം രാവിലെ 10 മണിക്ക് മുൻപേ വിറ്റുപോകും. കുറച്ച് വെള്ളരി കിലോയ്ക്ക് 16 രൂപ, 18 രൂപ തോതിൽ കടകളിൽ കൊടുത്തു. ഉദയമംഗലം ക്ഷേത്രത്തിനടുത്ത് ചെരിപ്പാടി തറവാട്ടുകാരുടെ 4 ഏക്കറോളം വയലിലായിരുന്നു പച്ചക്കറി കൃഷി ചെയ്തത്. ഈ വയലിൽ ആദ്യം ഇവർ നെൽകൃഷി നടത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് പച്ചക്കറി നട്ടത്. തറവാട് ആവശ്യത്തിനുള്ള നെല്ല് മാത്രം പ്രതിഫലമായി നൽകിയാണ് കൃഷി തുടരുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാനടുക്കം ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ കൊടിയേറ്റ് ആറാട്ട് മഹോത്സവത്തിന് സമാപനമായി.
ആറാട്ട് കൊടിയിറക്കത്തോടു കൂടിയാണ് ഉത്സവത്തിന് സമാപനമായത്. മാനടുക്കം ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ 2026 മാർച്ച് 26 ആരംഭിച്ച കലശാഭിഷേകത്തിനും കൊടിയേറ്റ് ആറാട്ട് മഹോത്സവത്തിനും സമാപനമായി. 8ാം ദിനത്തിൽ ആറാട്ട് കൊടിയിറക്കത്തോടു കൂടിയാണ് സമാപനമായത്. കൊടിയിറക്ക ചടങ്ങിൽ ശബരിമലയിലെ പോലെ കൃഷ്ണപരുന്തിന്റെ സാന്നിധ്യം കണ്ട സായുജ്യമണിഞ്ഞ ഭക്തജനങ്ങൾ നിർവൃതി പൂണ്ടു. കഴിഞ്ഞ 2026 മാർച്ച് 26 തുടങ്ങിയ പ്രതിഷ്ഠാദിന ആ കൊടിയേറ്റ് ആറോട്ട് മഹോത്സവത്തിന്റെ സമാപന ദിവസമാണ് ഇന്ന് രാവിലെ ആറാട്ട് കഴിഞ്ഞ് നെയ്യഭിഷേകം 5 മണിക്ക് നടത്തി, ആറാട്ട് നടത്തി, കൊടിയിറക്ക് നടത്തി, ശീവേലി കഴിഞ്ഞ് ഉച്ചപൂജ കഴിഞ്ഞ സന്ദർഭമാണിത്. കൊടിയിറക്കുന്ന സന്ദർഭത്തില് യാദർശികമായിട്ട് ഇന്നുണ്ടായ ഭക്തർക്കുണ്ടായ ഒരു സായുജ്യം, കൃഷ്ണപരുന്ത് വന്ന് നമ്മളെ കൊടിക്ക് 3 പ്രദക്ഷിണം വലയം വെച്ച് പോയി എന്നുള്ളതാണ്. ഇവിടുത്തെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വിശ്വാസത്തിന്റെ ഒരു പ്രതീകമായിട്ട് ആ ചടങ്ങിനെ കാണുന്നു. എല്ലാ ഭക്തജനങ്ങളും ഇപ്പോൾ ക്ഷേത്രസന്നിധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരമറിഞ്ഞിട്ട് 2025 കൊടിയേറുന്ന സമയത്തും ഇതുപോലെ കൃഷ്ണപരുന്ത് വന്ന് ഇവിടെ പറന്നിരുന്നു. അന്ന് അത്ര ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല, അതങ്ങനെ ഉണ്ടായോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കൊടിയിറക്കുന്ന സമയത്ത് കൃഷ്ണപരുന്ത് വന്ന് നമ്മളുടെ കൊടിമരത്തിന് പ്രദക്ഷിണം ചെയ്തു പോയത് ഭക്തജനങ്ങളിൽ പ്രത്യേക ഒരു അനുഭൂതി ഉണ്ടാക്കിയിരിക്കുകയാണ്. തുടർന്ന് കലശാഭിഷേകവും ഉച്ചപൂജയും നടന്നു. കഴിഞ്ഞ വർഷവും കൊടിയേറ്റ് സമയത്ത് കൃഷ്ണപരുന്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. തുടർന്ന് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വിളക്കുപൂജയും ദീപാരാധനയും നടന്നു. പെരുതടി ശ്രീ മഹാദേവ ഭജന സംഘത്തിന്റെ ഭജനാമൃതവും നടന്നു. സമാപന ദിവസം അത്താഴ സദ്യയോടുകൂടി 8 ദിവസത്തെ ഉത്സവത്തിന് സമാപനം കുറിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ തെക്കിനിയടുത്ത തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വവും പ്രണവ് നമ്പൂതിരിയും കൃഷ്ണകുമാർ നമ്പൂതിരിയും ചടങ്ങുകൾക്ക് നേതൃത്വവും നൽകി. ആറാട്ട് മഹോത്സവത്തിന്റെ സമാപന ദിവസം ഉദുമ മണ്ഡലം LDF സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പു ക്ഷേത്രം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ GLP സ്കൂൾ, കോട്ടച്ചേരി, കുന്നുമൽ അംഗൻവാടി എന്നിവയുടെ വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K സുരേന്ദ്രൻ നിർവഹിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. GLP സ്കൂൾ, കോട്ടച്ചേരി, കുന്നുമൽ അംഗൻവാടി എന്നിവയുടെ വാർഷികാഘോഷം നടന്നു. വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി രാവിലെ മുതൽ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കായിക മത്സരങ്ങൾ നടന്നു. വൈകിട്ട് നടന്ന വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K സുരേന്ദ്രൻ നിർവഹിച്ചു. നിങ്ങൾ പ്രസംഗം ശ്രദ്ധിക്കുന്നതും പ്രഭാഷണം ശ്രദ്ധിക്കുന്നതും അവർ മനസ്സിലാക്കുന്നു. അവർ കേൾവിക്കാറാവട്ടെ, അവരല്ല ഏതോ ലോകത്ത് വെച്ച് നമ്മുടെ ഇനി ഞാൻ എല്ലാ വാർഷികത്തിലും പറഞ്ഞതേ കാര്യമാണ്. അടുത്ത എവിടെയെങ്കിലും അല്ലെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ തെയ്യത്തിന് പോകുമ്പോൾ എല്ലാവരും കൂട്ടില്ല, കുട്ടികളെല്ലാം കൂട്ടിയിട്ടുള്ളത്. ആരെങ്കിലും ബന്ധുവിന്റെ കല്യാണം 1 മാസം മുമ്പേ ഒരുങ്ങൂലേ, പുതിയ ഡ്രസ്സെല്ലാം എടുത്തിട്ട് ഇടയിൽ ഫെസ്റ്റ് ഉണ്ടെങ്കിൽ റെഡിയായി നിൽക്കൂലേ. നിങ്ങൾ അടുത്തുള്ള ലൈബ്രറിയില് ഇപ്പം വന്നിരിക്കുന്ന അസമസാധാരണ പോലുള്ള ഒരു പ്രഭാഷണം എന്ന് പറഞ്ഞാൽ പോവില്ല. അവർ വന്ന് നിർബന്ധിച്ച അവസാനം നിങ്ങൾ ആരെങ്കിലും ഒരാൾ പോകും. കുഞ്ഞിനേക്കാണ് TV ആണ്, വീട്ടിൽ TV തുറന്നു കൊടുത്തിട്ട് നിങ്ങൾ പോകും. PTA വൈസ് പ്രസിഡന്റ് A പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ A അശോകൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വാർഷികാഘോഷത്തിൽ വെച്ച സംസ്ഥാന ക്യൂസ് മത്സരത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ സൂര്യനാരായണന് അനുമോദനവും ഉപഹാര വിതരണവും നടത്തി. പ്രീ പ്രൈമറി ടാലന്റ് എക്സാം സ്കോളർഷിപ്പ് വിജയികൾക്കുള്ള മെഡലും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. സീനിയർ അസിസ്റ്റന്റ് M രജനി വാർഷിക റിപ്പോർട്ട് അവതരണം നടത്തി. SSG ചെയർമാൻ M ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് MV ബാലചന്ദ്രൻ, മദർ PTA പ്രസിഡന്റ് രശ്മി ദാമോദരൻ, SMC ചെയർപേഴ്സൺ പ്രജിത, അംഗൻവാടി വർക്കർ അനിത, ക്രഷ് വർക്കർ VM സാവിത്രി, സ്കൂൾ ലീഡർ സൂര്യനാരായണൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനറും പ്രധാനാധ്യാപകനുമായ രാജേഷ് കൊയിലേരിയൻ സ്വാഗതവും SRG കൺവീനർ KT സുമ നന്ദിയും പറഞ്ഞു. തുടർന്ന് അംഗൻവാടി കുട്ടികൾ മുതൽ 4ാം തരം വരെയുള്ള കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ,
കാഞ്ഞങ്ങാട്. ബാത്തൂർ ഭഗവതി ക്ഷേത്രകഴകം ചെന്തളം പുതിയ വളപ്പ് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് ഏപ്രിൽ 3 മുതൽ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കും. വയനാട്ടുകുലവൻ തെയ്യംകെട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബാത്തൂർ ഭഗവതി ക്ഷേത്രകഴകം ചെന്തളം പുതിയ വളപ്പ് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് 72 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. തറവാട് കോയിമായിട്ടുള്ള ചെന്തളം വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് 72 വർഷങ്ങൾക്ക് ശേഷമാണ് തെയ്യംകെട്ട് നടക്കാൻ വേണ്ടി പോകുന്നത്. മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ആദ്യം തന്നെ നമുക്ക് നല്ല നിലയിൽ സഹകരണം നൽകിയിട്ടുണ്ട്. ഓരോ വാർത്തകളും കൊടുക്കുന്ന സമയത്ത് കൃത്യമായി വാർത്തകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവർക്കും നന്ദി പറയുകയാണ്. പിന്നെ അനുബന്ധ പരിപാടികൾ എന്നുള്ള രീതിയിൽ തുടക്കത്തിൽ പച്ചക്കറി കൃഷി ഉണ്ടാക്കി, ആദ്യം നെൽകൃഷി ഉണ്ടാക്കി. ഏതാണ്ട് 400 പറയോളം നെല്ല് കിട്ടി നമുക്ക്. പച്ചക്കറി കൃഷി 10 കിണ്ടലോളം പച്ചക്കറി കൃഷി കിട്ടി. കൂടാതെ സമൂഹ ഓലമടയിൽ നടത്തി. പിന്നെ ഒരു വാക്കുവഴി നടന്ന ഒരു പരിപാടിയൊക്കെ നടത്തി. അപ്പോൾ വിവിധ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ 3-ാം തീയതിയാണ് കലവറ നടക്കൽ ഘോഷയാത്രയോട് കൂടിയിട്ടാണ് ഈ പരിപാടിയുടെ നമ്മുടെ തെയ്യംകെട്ടിന്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് 16ഓളം പ്രാദേശിക സമിതികൾ നമ്മൾ ഇതിന്റെ ഭാഗമായി രൂപീകരിച്ചിട്ടുണ്ട്. അതിനു പുറമെ നമ്മൾ പൊടോടക്കം ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള 5 പ്രാദേശിക സമിതി, അങ്ങനെ 21ഓളം പ്രാദേശിക സമിതികളുടെ നേതൃത്വത്തിലാണ് ഈ ഘോഷയാത്ര, കലവറ ഘോഷയാത്ര നമ്മുടെ ക്ഷേത്രത്തിലേക്ക്, നമ്മുടെ സ്ഥാനത്തേക്ക് വരുന്നത്. 3 മുതൽ 5 വരെയാണ് തെയ്യംകെട്ട്. 3-ന് കലവറ നിറയ്ക്കൽ. കലവറയിലേക്ക് ആവശ്യമായി വരുന്ന കാർഷിക വിഭവങ്ങൾക്കായി പഞ്ചായത്ത് സഹകരണത്തോടെ നടത്തിയ നെൽകൃഷിയിൽ 400 പറ നെല്ല് സമാഹരിച്ചു. 500-ലധികം വനിതകൾ പങ്കെടുത്തു. വിവിധ ഇനം പച്ചക്കറി കൃഷികൾ നടത്തി. ദേവസ്ഥാനത്തെ കലവറ, ആനപ്പന്തൽ എന്നിവയ്ക്കായുള്ള ഓലമിടയൽ ജനകീയ പങ്കാളിത്തത്തോടെ പൂർത്തിയാക്കിയതായി സംഘാടക സമിതി ചെയർമാൻ കെ തമ്പാൻ നായർ കമ്പിക്കാനവും കൺവീനർ സി ചന്ദ്രനും അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ കമ്പിക്കാനം തമ്പാൻ നായർ, ജനറൽ കൺവീനർ സി ചന്ദ്രൻ, താനം സെക്രട്ടറി പി സുരേഷ് കുമാർ, തറവാട് സെക്രട്ടറി കെ കുഞ്ഞമ്പു നായർ, ഭഗവതി ക്ഷേത്രകഴകം ട്രഷറർ സി രാജീവൻ, UAE കമ്മിറ്റി കൺവീനർ എം രാജൻ, താനം പ്രസിഡന്റ് പി സദാശിവൻ, സാമ്പത്തികകാര്യ കമ്മിറ്റി കൺവീനർ കെ കുഞ്ഞിക്കണ്ണൻ നായർ, ഭക്ഷണ കമ്മിറ്റി കൺവീനർ കെ ഗോപി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചിത്താരി സൗത്ത് GLP സ്കൂൾ 96-ാം വാർഷികാഘോഷവും വിരമിക്കുന്ന ലിസി ടീച്ചർക്കുള്ള യാത്രയപ്പും സ്കൂൾ വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ വിവിധ ഇനം കലാപരിപാടികളും നടത്തി. BPC ബേക്കൽ അബ്ദുൽ സലാം മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചിത്താരി സൗത്ത് GLP സ്കൂൾ 96-ാം വാർഷികാഘോഷവും വിരമിക്കുന്ന ലിസി ടീച്ചർക്കുള്ള യാത്രയപ്പും സ്കൂൾ വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ വിവിധ ഇനം കലാപരിപാടികളും ശ്രദ്ധേയമായി. BPC ബേക്കൽ അബ്ദുൽ സലാം മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു സ്കൂളില്ലാത്ത ഒരു അന്തരീക്ഷത്തെ കുറിച്ച് രക്ഷിതാക്കളൊന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു സ്കൂളേ ഇല്ല എന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് കഴിയില്ല. കാരണം വർഷങ്ങളോളം പഴക്കമുള്ള, ഒരുപാട് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള, ഒരുപാട് വിദ്യാസമ്പന്നരെ വാർത്തെടുത്തിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. അതിനെ നിലനിർത്തേണ്ട ബാധ്യത നാം എല്ലാവരും ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് ഇത്തരത്തിൽ പറയാനുള്ളത്. ഇവിടെ യാത്രയക്കപ്പെടുന്ന ലിസി ടീച്ചറെ കുറിച്ച് ഞാൻ വരുമ്പോൾ തന്നെ ഇതിന്റെ ഹെഡ് മിസ്ട്രസ് സെലീന ടീച്ചർ എന്നോട് പറയുകയുണ്ടായി, സ്കൂളിന്റെ നെടുന്തൂണിനെയാണ് ഞങ്ങൾ മാറ്റിവെക്കുന്നത്. ആ ടീച്ചറില്ലെങ്കിൽ സ്കൂളില്ല. സ്വാഗത പ്രസംഗികളും പറഞ്ഞു, സ്കൂൾ ടീച്ചർ, ഒരു പക്ഷേ ടീച്ചറിന്റെ സ്കൂളിന്റെ പേര് നമുക്ക് ലിസി ടീച്ചറിന്റെ സ്കൂൾ എന്ന് പറയത്തക്ക രീതിയിൽ മാറിയിട്ടുണ്ട്. കാരണം ഇത്രയധികവും വർഷക്കാലത്തോളം 10-21 വർഷക്കാലത്തോളം ഒരേ സ്കൂളിൽ, അത് ഗവൺമെന്റ് സ്കൂളിൽ ജോലി ചെയ്യുന്നവർ വളരെ കുറവാണ്. 96-ാം വാർഷികാഘോഷ സംഘാടക സമിതി ചെയർമാൻ മിന്ന ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ കരീം മൈത്രി സ്വാഗതം പറഞ്ഞു. ട്രഷറർ ഖലീൽ ബെസ്റ്റ് ഇന്ത്യ, വൈസ് ചെയർമാൻ അഷ്റഫ് തായൽ, ജോയിന്റ് കൺവീനർ ജാഫർ CH, ബേക്കൽ AEO കെ സുരേന്ദ്രൻ, പ്രധാന അധ്യാപിക സെറീന BB, വാർഡ് മെമ്പർ CP സുബൈർ, മുൻ വാർഡ് മെമ്പർ CK ഇർഷാദ്, PTA പ്രസിഡന്റ് ഹനീഫ BK, SMC ചെയർമാൻ സുബൈർ, ഹാരിസ് BK, ജംഷീദ് കുന്നുമൽ, മുൻ ഹെഡ് മാസ്റ്റർ ദിവാകരൻ മാസ്റ്റർ, സീനിയർ അസിസ്റ്റന്റ് സരിത AV, മദർ PTA അനീസ, അൻവർ ഹസൻ, ഹാരിസ് മാസ്റ്റർ, പുഷ്പ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. 21 വർഷക്കാലം ഇതേ സ്കൂളിൽ സേവനം അനുഷ്ഠിച്ച് വിരമിക്കുന്ന ലിസി ടീച്ചർക്കുള്ള യാത്രയപ്പിൽ വാർഷികാഘോഷ കമ്മിറ്റിയുടെ സ്വർണ്ണ നാണയം ചെയർമാൻ ഷെരീഫ് മിന്നയും
ഉപഹാര സമർപ്പണം ജനറൽ കൺവീനർ കരീം മൈത്രിയും മുൻ വാർഡ് മെമ്പർ CK ഇർഷാദ്, PTA പ്രസിഡന്റ് ഹനീഫ BK, അഷ്റഫ് തായൽ, ജാഫർ CH, മദർ PTA അംഗങ്ങളും സ്റ്റാഫ് അംഗങ്ങളും പൊന്നാടയും ഉപഹാര സമർപ്പണവും നടത്തി. സ്കൂളിലെയും അംഗൻവാടിയിലെയും മുഴുവൻ കുട്ടികൾക്കും സംഘാടക സമിതി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ വീട്ടിൽ വോട്ട് ഇതുവരെ 2984 പേർ വോട്ട് ചെയ്തു. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 1389 വോട്ടർമാരും ഭിന്നശേഷിക്കാരായ 1584 വോട്ടർമാരും വീട്ടിൽ വോട്ട് ചെയ്തു. കാസർഗോഡ് ബേഡകത്ത് പീഡനത്തിനിരയായ 10ാം ക്ലാസ്സുകാരി ഗർഭിണി. മേൽപ്പറമ്പിൽ മകളെ പീഡിപ്പിച്ച പിതാവ് അറസ്റ്റിൽ. ചന്തേരിയിൽ 6 വയസ്സുകാരി 82കാരന്റെ പീഡനത്തിനിരയായി. 3 സംഭവങ്ങളിലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചരണം ശക്തമാക്കി സ്ഥാനാർത്ഥികൾ. തൃക്കരിപ്പൂർ മഞ്ചേശ്വരം മണ്ഡലത്തിൽ പ്രചരണ ചൂടേറുന്നു. നാടെങ്ങും ക്രൈസ്തവ വിശ്വാസികൾ പെസഹ തിരുനാൾ ആചരിച്ചു. പീഡാസഹനത്തിനും കുരിശുമരണത്തിനും മുമ്പ് യേശുക്രിസ്തു തന്റെ 12 ശിഷ്യന്മാരോടൊപ്പം കഴിച്ച അന്ത്യ അത്താഴത്തിന്റെയും എളിമയുടെയും വിനയത്തിന്റെയും മാതൃക കാണിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും ഓർമ്മ പുതുക്കുകയാണ് വിശ്വാസികൾ ഈ ദിനത്തിൽ. ഹോട്ടൽ മേഖലയിലെ രൂക്ഷമായ പാചകവാതക ക്ഷാമത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന ആരോപണം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഭാരത് ഗ്യാസ് ഏജൻസിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ഇടനിലക്കാരെ ഒഴിവാക്കി 5 യുവ കർഷകർ സമൂഹ മാധ്യമങ്ങളുടെ പിന്തുണയിൽ തങ്ങൾ വിളയിച്ച ടൺ കണക്കിന് പച്ചക്കറികൾ വിറ്റഴിച്ചു. പുതുമ ഉദയമംഗലം ക്ഷേത്രത്തിനടുത്ത് ചെരിപ്പാടി വയലിൽ കൃഷി ചെയ്ത പച്ചക്കറികളാണ് കൃഷിയിടത്തിൽ തന്നെ വിറ്റുതീർത്തത്. മാനടുക്കം ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ കൊടിയേറ്റ് ആറാട്ട് മഹോത്സവത്തിന് സമാപനം. ആറാട്ട് കൊടിയിറക്കത്തോടെയാണ് ഉത്സവത്തിന് സമാപനമായത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.